ആദരണീയനായ അധ്യക്ഷൻ, ആദരണീയനായ ഉദ്ഘാടകൻ, ഇത്രയും പ്രിയപ്പെട്ട വേദിയിലും സദസ്സിലുമുള്ള എൻ്റെ സുഹൃത്തുക്കളെ, ഇന്ന് എനിക്കൊരു സെൻഡ് ഓഫ് പരിപാടിയിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇത് കഴിഞ്ഞിട്ട് പോകാമെന്ന് സാറ് പറഞ്ഞത് അവിടെ പോയിട്ട് വരാനാണ്. അത് നടന്നില്ല. ഒരു സെൻഡ് ഓഫ് കൊടുത്ത് വീട്ടിൽ വന്നതിന് ശേഷം അതിൽ പോകാൻ പറ്റും. അപ്പം ഈ സെൻഡ് ഓഫ് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കൊരു കാര്യമുണ്ട്. എത്ര നല്ല ഉദ്യോഗസ്ഥനായാലും എത്ര മോശം ഉദ്യോഗസ്ഥനായാലും നല്ല വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ യാത്ര അയക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമ. അത് പലപ്പോഴും നമുക്കറിയാം, പലതും അതിൽ വ്യായാമമാകാറുണ്ട്, ചിലത് ശരിയുമാകാറുണ്ട്, ചിലത് യഥാർത്ഥത്തിൽ അർപ്പിക്കുന്ന രീതിയിൽ നമുക്ക് പറയാറുണ്ട്. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ സാഹിത്യ മേഖലയിലാണെങ്കിലും ഏത് മേഖലയാണെങ്കിലും മരണം ഒരാളെ വിശുദ്ധനാക്കും. അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ കൂടുതൽ നല്ല വാക്കുകൾ പറയാൻ നമ്മൾ പ്രേരിതമാണ്. എം ടി വാസുദേവൻ നായർ നമ്മളെ കടന്നു പോയിട്ട് ഇപ്പം 2 മാസത്തിൽ ഏറെയായി. ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അനുസ്മരണവും അതിൻ്റെ അലയൊലികളും നിലനിൽക്കുകയാണ്. അതിന് കാരണം എം ടി അത്രത്തോളം മലയാളികളിൽ സ്വാധീനം ചെലുത്തി എന്നുള്ളതുകൊണ്ട്. എം ടി മരിച്ചു കഴിഞ്ഞപ്പോൾ മാതൃഭൂമി ഒരു വിശേഷ പതിപ്പ് ഇറക്കി. അതിൽ എം മുകുന്ദൻ ഒരു കാര്യം പറയുന്നത്, ചില സാഹിത്യങ്ങൾ സാഹിത്യകാരനേക്കാൾ വളരെ വളരെ ഉയർന്നു പോകും, സാഹിത്യകാരൻ താഴ്ന്നു. അതിനെ ഉദാഹരണമായിട്ട് പറയുന്നത് ഒ വി വിജയൻ. ഒ വി വിജയന്റെ ഖസാക്കിന്റെ ഇതിഹാസം എത്രത്തോളം ഉയരത്തിലെത്തിയോ അത് നമുക്ക് പറയാൻ പറ്റാതെ. ഖസാക്ക് ആകാശത്തോളം ഉയർന്നു പോയി, ഇതിഹാസകാരൻ അത്രത്തോളം ആയില്ല. അതാണ് വാസ്തവം. ചിലരുടെ കൃതികളാണെങ്കിൽ കൃതികളെക്കാൾ ഉപരിയായിട്ട് എഴുത്തുകാരൻ വലുതാവും. അതിന് ഉദാഹരണമാണ് ബഷീർ. ബഷീർ മലയാളികളുടെ ഇടയിൽ ഒരു നിറസാന്നിധ്യമാണ്. ബഷീർ കൃതികളെക്കാൾ, അതാണ് വാസ്തവം. ഒരു കൃതിയുടെ ഉയർച്ചയും വലിപ്പവും എന്ന് പറയുന്ന കൃതി അയാളെ കവിഞ്ഞു പോകുമ്പോഴാണ്. മഹാഭാരതവും രാമായണവും ഒക്കെ വ്യാസനേക്കാളും വാൽമീകിയേക്കാളും ഉയർന്ന് ജനമനസ്സുകളിൽ നിൽക്കുന്നതുകൊണ്ടാണ് കൃതികളുടെ മഹത്വം. അതൊരു കാര്യം. ചിലരാകട്ടെ അവരുടെ കൃതികളും അവരും ഒരുപോലെ വളരും. അതിലൊരാളാണ് എം ടി വാസുദേവൻ. അദ്ദേഹത്തിൻ്റെ കൃതികൾ മാത്രമല്ല, അദ്ദേഹവും മലയാളികളിൽ വളരെ വിശേഷപ്പെട്ട സ്ഥാനം തേടി അദ്ദേഹം വളരെ വളർന്നു. മലയാളികളിൽ ഇത്രത്തോളം സ്വാധീനം ചെലുത്താൻ കാര്യം, കാരണം നമ്മുടെ എം ടിയെ കടന്ന് ഒരു മലയാളിക്ക് കടന്നു പോകാൻ പറ്റില്ല. അദ്ദേഹം കൈവച്ച മേഖലകൾ അതുപോലെ. അദ്ദേഹം എല്ലാ മേഖലകളിലും കൈവച്ചു. ഏതിലാണ് അദ്ദേഹം മികവ് പുലർത്തിയതെന്ന് പ്രത്യേകമായിട്ട് പറയാൻ പറ്റത്തില്ല. പത്രാധിപരായിട്ട്, നോവലിസ്റ്റായിട്ട്, കഥാകൃത്തായിട്ട്, യാത്രാവിവരണം എഴുതുന്ന ആളായിട്ട്, കവിത എഴുതുന്ന ആളായിട്ട്, തിരക്കഥ എഴുതുന്ന ആളായിട്ട്, സിനിമ സംവിധാനം ചെയ്യുന്ന ആളായിട്ട്, അങ്ങനെ എല്ലാ മേഖലകളിലും, അത് ഒന്നും രണ്ട് കൃതികളിലൂടെ അല്ല, ഈ മേഖലയിലെല്ലാം നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ട്. ഈ നേരത്തെ സെൻഡ് ഓഫിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒരാളിനെ വാനവളം പുകഴ്ത്തുക എന്നുള്ളതാണ് നമ്മുടെ യാത്രയയപ്പ് വേളയിലെ നമ്മുടെ പ്രധാന കർത്തവ്യമെങ്കിലും ഒരു വായനശാലയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സാഹിത്യ സംവാദ സഭയെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമല്ല, നമ്മൾ അദ്ദേഹത്തെ വിമർശനാത്മകമായിട്ടും നമുക്ക് എടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് അങ്ങനെ പോകുന്നതിൽ തെറ്റൊന്നും വിചാരിക്കരുത്. ചിലപ്പോൾ യോജിപ്പുകളും ഉണ്ടാകും. എം ടിയെ പ്രധാനമായിട്ടും നമ്മൾ കാണുന്നത് നോവലിസ്റ്റ് എന്ന നിലയ്ക്കാണ്. അദ്ദേഹത്തിൻ്റെ നിരവധി നോവലുകളുണ്ട്. ആദ്യഘട്ടങ്ങളിലുണ്ടായിരുന്ന നോവലുകളൊക്കെ നാലുകെട്ട്, അസുരവിത്ത്, ആ തരത്തിൽ കുറേ ആ ഗണത്തിൽപ്പെടുന്ന കുറേ എണ്ണം വന്നു. പാതിരാവും പകൽ വിളിച്ചു, അങ്ങനെ കുറേ നോവലുകൾ വന്നു. അതിനുശേഷം രണ്ടാം മുഴം
മഞ്ഞെന്ന നോവലിനെ കുറിച്ചുള്ള താഴെ ആരോ പരാമർശിക്കുന്നത്. അപ്പോൾ ഇതിൽ എല്ലാ നോവലുകളും ഏറ്റവും മികച്ചതാണെന്നോ അത്രത്തോളം ഉയർന്ന സാഹിത്യ കൃതികൾ വേറെ ഇല്ലെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. എങ്കിലും അദ്ദേഹത്തെ തേടി എത്താത്ത അംഗീകാരങ്ങളില്ല. ഇപ്പം മലയാളത്തിൽ ഒരു സാഹിത്യകാരനും കിട്ടാത്തതുപോലെ ഈ PSCക്ക് പഠിച്ചു വെക്കുന്നത് പോലെ ഡേറ്റ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് നിൽക്കത്തില്ല. സാഹിത്യത്തിലെ പരമോന്നത പുരസ്കാരമായ ജ്ഞാനപീഠം മുതൽ താഴോട്ട് എല്ലാ അവാർഡുകളും, വയലാർ അവാർഡാണെങ്കിലും എഴുത്തച്ഛൻ പുരസ്കാരമാണെങ്കിലും അദ്ദേഹം കടന്നു പോകാത്ത അവാർഡുകളൊന്നുമില്ല, അദ്ദേഹത്തിന് കിട്ടാത്ത അംഗീകാരങ്ങളൊന്നുമില്ല. ആ ഡേറ്റയിൽ നിന്നും അല്ല കാര്യം. അദ്ദേഹം ഏറ്റവും മികവാർന്ന നോവലുകൾ എഴുതിയിട്ടുണ്ട്. അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം രണ്ടാമൂഴവും മഞ്ഞും ഇതിനകത്തൊക്കെ ഏറെ വ്യതിരിക്തമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരുപാട് വിവാദങ്ങളും ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഒന്ന് അതിൽ ആ എല്ലാ വിവാദങ്ങളും ശരിയാണെന്നല്ല. ഈ MTയുടെ ആദ്യകാല നോവലുകളിലെല്ലാം തകർന്നടിഞ്ഞ തറവാടുകളുടെ കഥയാണ്. അദ്ദേഹം ജനിച്ചു വളർന്ന ആ സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടം. ആ കാലഘട്ടത്തിലാണ് ഈ നായർ റെഗുലേഷൻ ആക്ട് വരുന്നത്. നായർ റെഗുലേഷൻ ആക്ട് വരുന്നതോടുകൂടി മരുമക്കത്തായി നിലനിന്ന കേരളത്തിലെ ഫ്യൂഡൽ നായന്മാരുടെ ഇടയ്ക്ക് മക്കത്തായ സമ്പ്രദായമില്ല. ആ സമ്പ്രദായം വരുന്നതോടുകൂടി അവിടെ പൊരുതേണ്ടി വരുന്ന ഒരു വിഭാഗമുണ്ടായി. ഇവരുടെ കഥയായിരുന്നു കൂടുതലും അദ്ദേഹം പറഞ്ഞിരുന്നത്. അതൊരു തെറ്റായിട്ട് പറയാൻ പറ്റത്തില്ല. കാരണം ഓരോ കാലഘട്ടത്തിലും അവരവൻ അനുഭവിക്കുന്നതിനെ മുൻനിർത്തിയായിരിക്കും അവരുടെ സൃഷ്ടികൾ, അതിൽ ആത്മാംശം കൂടുതലായിട്ട് വരുന്ന സൃഷ്ടികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഗോവിന്ദൻകുട്ടിയും അപ്പുണ്ണിയും സേതുവുമെല്ലാം MTയുടെ തന്നെ ഒരു ആത്മാംശം അതിനകത്ത് കടന്നിരിക്കും. അത് സ്വാഭാവികമാണ്. അതിനൊരു നെഗറ്റീവാണെന്നോ തകർന്ന നായർ തറവാടുകളുടെ കഥ പറയുന്നതുകൊണ്ട് മാത്രം MTയെ മാറ്റി നിർത്തുന്നത് അങ്ങനെ കരുതുന്ന ആൾക്കാരുണ്ടല്ലോ. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ ഗംഭീരമായ ചെറുകഥകളും നോവലുകളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിലൊന്നാണ് രണ്ടാമൂഴം. ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള നോവലാണ് രണ്ടാമൂഴം. രണ്ടാമൂഴം എനിക്ക് തോന്നുന്നു മിക്കവാറും വായനശാലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ആൾക്കാരും വായിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? ഇന്നത്തെ ഈ യോജിപ്പുകൾ എന്നെ സംബന്ധിച്ചിടത്തോളം യോജിപ്പും വിയോജിപ്പും ഒക്കെയാണ് കേട്ടോ. അതിലൂടെ ഞാൻ ചെറുതായിട്ടൊന്ന് കടന്നു പോകാം, നമ്മുടെ സമയ പരിമിതി വെച്ചുകൊണ്ട് തന്നെ. രണ്ടാമൂഴം പിന്നെ അതുപോലെ അദ്ദേഹത്തിൻ്റെ തിരക്കഥയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വടക്കൻ വീരഗാഥ. ഒരുപാട് തിരക്കഥകൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അംഗീകാരം നേടിക്കൊടുത്ത വടക്കൻ വീരഗാഥ. ഇതിലൊക്കെ അർഹിക്കുന്ന അംഗീകാരം കിട്ടാതെ മാറ്റി നിർത്തപ്പെടുന്നവരുടെ സമ്മർദ്ദങ്ങളും വേദനകളും ഭംഗിയായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന രണ്ട് നോവലുകളാണ്, രണ്ട് സൃഷ്ടികളാണ്. ഒന്ന് രണ്ടാമൂഴം, ഒന്ന് ഈ വടക്കൻ വീരഗാഥ. രണ്ടാമൂഴത്തിൽ എല്ലാവർക്കും അറിയാം ഭീമസേനാണ് നായക കഥാപാത്രമായിട്ട് വരുന്നത്. MTയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ ശൈലിയാണ് ഏറ്റവും മികച്ചത് നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥ പറയുവാണെങ്കിൽ, നേരത്തെ ഇവിടെ ഉദ്ഘാടകൻ പറഞ്ഞു, വളരെ വിപ്ലവം സൃഷ്ടിച്ച നിർമാല്യം എന്ന സിനിമ അദ്ദേഹത്തിൻ്റെ ഒരു ചെറുകഥയായിരുന്നു. പള്ളിവാളും കാൽച്ചിലമ്പും. അക്കാലത്ത് പള്ളിവാളും കാൽച്ചിലമ്പും എഴുതാൻ അദ്ദേഹം കാട്ടിയ ധൈര്യം അപാരമാണെന്ന് തന്നെ പറയാം. അദ്ദേഹം ഒരു നിരീശ്വരവാദിയോ പിന്നെ ഭക്തിയുടെ ആളല്ലാതിരുന്നിട്ടോ അല്ല. ഈ അതിനകത്ത് പറയുന്നത് ഒന്നാമതായിട്ട് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ദാരിദ്ര്യമാണ്. ജീവിതത്തിൽ ചില എത്തിക്സുകൾ നമ്മൾ പുലർത്തും. ആ എത്തിക്സുകളെല്ലാം പരാജയപ്പെട്ട് ദാരിദ്ര്യം അങ്ങേ അറ്റത്തെത്തുമ്പോൾ അദ്ദേഹം അതിൽ നിന്ന് ഈ ദൈവചിന്തകളെ പോലും എതിർക്കാൻ അദ്ദേഹം ബാധ്യസ്ഥനാകും. അങ്ങനെ ഈ അതിനകത്ത് കഥ വായിച്ചിട്ടുള്ള ഒരു വെളിച്ചപ്പാടാണ് അതിനകത്തെ നായകത്തെ ഭഗവതിയുടെ വെളിച്ചപ്പാടാണ്. അദ്ദേഹം വർഷങ്ങളായിട്ട് ഭഗവതിയെ ഉപാസിക്കുക. ജീവിതത്തിൽ ഒരു കള്ളവും സത്യസന്ധത ഇല്ലായ്മയും അദ്ദേഹം കാണിച്ചിട്ടില്ല. പക്ഷെ അത് അദ്ദേഹത്തിന് നൽകുന്നത് വേദനകൾ മാത്രമായി. ഇത്തിരി ശാസ്ത്രീയമായിട്ട് പറയുന്നുണ്ട്.
അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വേദനയുടെ പാരമ്യത്തിൽ പറയുന്നുണ്ട്, ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള തലവേദന, കോമരം തുള്ളുമ്പോൾ ആത്മാർത്ഥമായിട്ട് ഉറഞ്ഞു തുള്ളുമ്പോൾ നെറ്റിക്ക് വാള് വെച്ച് അടിക്കും. ആ സമയത്ത് അത് സ്ഥിരമായി കഴിയുമ്പോൾ നമ്മുടെ ഈ അന്ധവിശ്വാസങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ചിലതൊക്കെ നമുക്ക് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പ്രശ്നമുണ്ടാകും. അപ്പോൾ ഈ തൈപ്പോയി കാവടിയാട്ടം നടക്കുന്ന സമയത്ത് തന്നെ അമ്പലത്തിനകത്തോട്ട് ശൂലം കുത്തിക്കൊണ്ട് കയറരുതെന്ന് പറയും. അമ്പലത്തിനകത്ത് കയറുന്നില്ലേലും മനുഷ്യൻ ഭക്തിയുടെ ഏതോ പാരമ്യത്തിൽ ഈ ശൂലം കോർത്ത്, വലിയ ശൂലമാണ്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കത്തില്ല. എങ്ങനെ മനുഷ്യൻ ഇത് ചെയ്യാം? ഏത് ഭക്തിയുടെ മനുഷ്യൻ അന്ധമായിട്ട് പോവുകയാണ്. അപ്പോൾ ഈ വെളിച്ചപ്പാടും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത കൊണ്ട് അദ്ദേഹത്തെ നമ്മളൊക്കെ വിശ്വാസികളോ അവിശ്വാസികളോ ഒക്കെ ആകുന്നത് നമ്മളെ വളർത്തി വരുന്ന സാഹചര്യങ്ങളാണ്. എല്ലാ മതാന്ധത വരുന്നതും അങ്ങനെയല്ല, ഫീഡിങ്. ഇപ്പം പലയിടത്തും മാറ്റമുണ്ട്. ഇപ്പം പുതിയ തലമുറയിൽ ഒരു വിഭാഗത്തിന് ജാതി ഏതാണെന്നും മതം ഏതാണെന്നും പോലും അറിയാൻ വയ്യാത്ത ഒരവസ്ഥയുണ്ട്. അങ്ങനെയും ഉണ്ട്, വളരുന്നുണ്ട്, അല്ലാതെ വളരുന്നതുകൊണ്ട്. അപ്പം അങ്ങനെ ഈ വെളിച്ചപ്പാടും സ്വാഭാവികമായിട്ടും ആ കാലത്തിൻ്റെ സൃഷ്ടിയായിട്ട് പോവുകയാണ്. അവിടെ വിശപ്പായിരുന്നു വരുന്നത്. അപ്പം അദ്ദേഹം ഇങ്ങനെ കാണുന്നുണ്ട്, അവിടുത്തെ പൂജാരി വരുന്നുണ്ട്. പൂജാരി വർഷങ്ങൾക്ക് മുമ്പ് ആ ഗ്രാമത്തിലേക്ക് കയ്യിൽ പൈസ ഇല്ലാതെ എല്ലും തോലുമായിട്ട് വന്ന ആളാണ്. അദ്ദേഹം എല്ലാ കള്ളക്കമ്പോട്ടവും മേടിച്ച അദ്ദേഹം വലിയ ഇല്ലമൊക്കെ അവിടെ പണിതു. അദ്ദേഹത്തിന് പണം ഇഷ്ടം പോലെ. അതേസമയം വെളിച്ചപ്പാടിൻ്റെ ഗതി അധോഗതിയാണ്. വെളിച്ചപ്പാടിൻ്റെ മകൾക്ക് വസൂരിയാണ്. വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ല. ആ സമയത്ത് ഇയാളോട് ചോദിക്കുമ്പോൾ അങ്ങേരെ കൈ നടക്കാൻ പറ്റും, പൈസ ഇല്ല. ഈ എൻ്റെ എഴുത്തിൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ, എഴുത്ത് ശൈലി വളരെ, ഒരു കഥ എഴുതുമ്പോൾ ആ കഥയുടെ തുടക്കം, ആ കഥയുടെ ആ മൊത്തം ഭാവത്തെ വെളിവാക്കി. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. നേരം ഇരുണ്ടു തുടങ്ങി. ക്ഷേത്രവും അമ്പലവും പരിസരവും മെല്ലെ ഇരുളിലേക്ക് താഴി. ആളുകൾ പിരിഞ്ഞു തുടങ്ങി. ക്ഷേത്രവും പരിസരവും മെല്ലെ ഇരുട്ടിലേക്ക് താഴുകയാണ്. എംബ്രാന്തിരി കൊടുത്ത, കയ്യിലേക്ക് എറിഞ്ഞു കൊടുത്ത ആ കാരണത്തൊട്ടുമായി ക്ഷീണിതനായി വെളിച്ചപ്പാട് നിൽക്കുക. ഇനിയും 1.5 നാഴിക ഇരുട്ടിലൂടെ നീന്തി വേണം വീട്ടിലെത്താൻ. ക്ഷീണമാണ്. ഈ ഒരൊറ്റ സെൻറ്റൻസ് മതി ഒരു കഥയിലേക്ക് പ്രവേശിക്കുന്നത്. കഥയുടെ മൊത്തം ഭാവത്തെ അതിനകത്ത് പറയുന്നത്. ഇതാണ് ഈ കാവ്യാത്മകതയാണ് ഇന്ത്യയുടെ രചനാശൈലി. ഇതങ്ങേ അറ്റം ഭംഗിയായിട്ട് മഞ്ഞിലും 2-ാം എഴുത്തിൽ കാണാം. ഇതിൽ അവസാനം കാണിക്കുന്നത് ദാരിദ്ര്യത്തിൻ്റെ പാരമ്യത്തിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഇയാളുടെ മകനെ പോലും വെളിച്ചപ്പാടിന് പിടക്കി വിടേണ്ടതുണ്ട്. മകനൊരു ദിവസം പുതിയ തലമുറയുടെ ആളാണ്, വിദ്യാഭ്യാസമൊക്കെ നേടിയ ആളാണ്. അവർക്ക് ഈ പഴമയുടെ രീതിയൊന്നും മനസ്സിലാകും. ഒരു ദിവസം ഈ വെളിച്ചപ്പാടിൻ്റെ വാളെടുത്ത് വെച്ചുകൊണ്ട് പുള്ളി മാങ്ങാനെത്തുമ്പോൾ ഇയാളെ മർദ്ദിച്ചിട്ട് ഈ മകൻ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുക. അതൊക്കെ തെറ്റായിരുന്നു ഇദ്ദേഹത്തിന് പിന്നീട് ബോധ്യം വരിക. മകൾക്ക് വസൂരി വന്ന് കിടക്കുമ്പോൾ സഹായിക്കാൻ ആരുമില്ല. ദാരിദ്ര്യത്തിൽ സഹായിക്കാത്ത ദേവി, എന്തിനാണ് ആ ഭഗവതി എന്നാണ് മകൻ ചോദിച്ചിട്ട് പോയത്. ഇത് അവസാനം വെളിച്ചപ്പാടിന് ബോധ്യം വരും. വെളിച്ചപ്പാട് ഈ കാൽച്ചിലമ്പ് പള്ളിവാള് വിൽക്കാൻ വേണ്ടി, മൂശാരിയുടെ അത് തൂക്കി വിൽക്കാൻ വേണ്ടി, അതായത് ഭഗവതിയെ തന്നെ തൂക്കി വിൽക്കുക എന്നുള്ളത് ഇൻഡയറക്റ്റായിട്ട് പറയുകയാണ്. ഇതിലേക്ക് ഇങ്ങനെ ഒരു കഥ എഴുതാനുള്ള ധൈര്യം കാട്ടിയത് MT മാത്രമാണ്. അത് മാത്രമല്ല, ഇത് സിനിമയായപ്പോൾ നിർമ്മാല്യം എന്ന പേരിൽ സിനിമയായി. അതിൽ അവതരിപ്പിക്കുന്ന കഥയിൽ അല്പം മാറ്റം വരുത്തി. അവസാനം ഭഗവതിയുടെ നേരെ ഈ വെളിച്ചപ്പാട് തുപ്പുന്ന ഒരു സീനുണ്ട്. നേരെ നോക്കി ഫു എന്ന് തുപ്പുന്ന ഒരു സീനൊക്കെ അതിനകത്ത് ചേർത്തിട്ടുണ്ട്. അതൊക്കെ MTക്ക് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഈ തകർന്ന തറവാടുകളുടെ കഥ മാത്രമാണ് പറയുന്നത് എന്ന് പറയുന്നവർക്ക് ഉള്ള മറുപടി കൂടി ഇങ്ങനെ വരാം. ഇനി നമ്മൾ 2-ാം ഊഴത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, 2-ാം ഊഴത്തിലെ ഭീമസേനാണ് നായകൻ. എന്നും 2-ാം ഊഴക്കാരനായി നിന്ന ഈ 2-ാം ഊഴത്തെക്കുറിച്ച് പറയുമ്പം MT പറയുന്നൊരു കാര്യമുണ്ട്. വ്യാസൻ ഭാരതം കണ്ട, ലോകം കണ്ട ഏറ്റവും മഹത്തായ ഒരു സൃഷ്ടിയാണ് മഹാഭാരതം. വ്യാസൻ സൃഷ്ടിച്ച മഹാഭാരതത്തിൽ ഒരുപാട് മൗനങ്ങളെ അവിടെ നിർത്തിയിട്ടുണ്ട്.
ഈ മൗനങ്ങൾക്ക് അർത്ഥം കൊടുക്കുക മാത്രമാണ് താൻ ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് അതിനകത്തൊക്കെ വിയോജിപ്പുണ്ടല്ലോ. എങ്കിൽ പോലും രണ്ടാം മുഴുവൻ ഒരു മികച്ച സൃഷ്ടിയായി. ഏറ്റവും കൂടുതൽ ആത്മസംഘർഷം ഭരിതമായ ജീവിതമാണ് ഭീമൻ്റേത്. ഇതിലെ ഈ നോവലിലും അതിൻ്റെ തുടക്കമൊക്കെ വളരെ മനോഹരമാണ്. ഒരു മഹായുദ്ധം കഴിഞ്ഞ് മഹായുദ്ധത്തിൻ്റെ അനുബന്ധമായിട്ട് ദ്വാരകയിലും വീണ്ടും യുദ്ധം നടന്നു. അവിടെ എല്ലാം തമ്മിൽ തല്ലി, അതെല്ലാം തകർന്ന് പ്രളയം വന്നു. ദ്വാരകയെ സമുദ്രജലം മൂടി. ആ സമയത്താണ് നോവൽ ആരംഭിക്കുന്നത്. കടലിന് നിറം കറുപ്പായി. ഒരിക്കലും തീരാത്ത ആവേശവുമായിട്ട് ഒരു രാജ്യത്തെയും ഒരു പ്രദേശത്തെയും കൊട്ടാരത്തെയും വിഴുങ്ങിയിട്ടും കരിയടങ്ങാതെ സമുദ്രത്തിൽ തിരകൾ ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തുടങ്ങുന്നത്. അപ്പോൾ എന്നിട്ട് ആ ഭാഗത്തെ ആ കാഴ്ച പറയുന്നുണ്ട്. ദൂരെ, അപ്പം സമുദ്രത്തിൻ്റെ ഒരു വർണ്ണനയാണ്. ദൂരെ ജയമണ്ഡപം നിന്നിരുന്ന, ദ്വാരക എന്ന് പറയുന്ന കൊട്ടാരമാണ് നിൽക്കുന്നത്. ജയമണ്ഡപം നിന്നിരുന്ന ഭാഗത്തിന് മുകളിലായിരിക്കണം അല്പം ജലം. കാലം, ഉത്സവ ക്രീഡ കഴിഞ്ഞ് വിശ്രമിക്കുന്ന കാലം പോലെ നിശ്ചലമായിട്ട് കിടക്കുക. ഒരു ത്രിമാന തലത്തിലുള്ള വർണ്ണനയാണ്. സമുദ്രം ഇങ്ങനെ ആഞ്ഞടിക്കുമ്പോൾ ചില ഭാഗത്ത് അവിടെ അതിൻ്റെ അടിയിലൊരു ഭാഗമുണ്ട്. അതിന് മുമ്പിൽ ഒരു ധ്വജസ്തംഭം പകുതി ചാഞ്ഞ് നിൽക്കുകയാണ്. കരയിൽ ആ തിരയെടുത്തെറിഞ്ഞ് പൂർണ്ണമായിട്ട് നശിച്ചിട്ടില്ലാത്ത ഒരു തേര് കുഞ്ചു കുത്തി കിടക്കുന്നു. ഇങ്ങനെയാണ് ആ നോവലിൻ്റെ തുടക്കം. എന്നിട്ട് ഈ സീൻ കാണുന്നിടത്ത് നിന്ന് പഞ്ചപാണ്ഡവരത്രയും മഹാപ്രസ്ഥാനത്തിന് യാത്ര തിരിക്കുക. എല്ലാ ജീവിതത്തിലും ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും തകർന്നും നേടിയും തകർന്നും അവസാനം ഒരു മഹാപ്രസ്ഥാനത്തിലേക്ക്, മരണത്തിൻ്റെ യാത്രയിലേക്ക് പോകാൻ നിൽക്കുകയാണ് ധർമ്മപുത്രരുടെ നേതൃത്വത്തിൽ ഈ 5 പാണ്ഡവർ, ഒപ്പം ദ്രൗപദി. ഇതാണ് ആദ്യത്തെ രംഗം. ആദ്യ സമയത്ത് ഒന്നാമത്തെ അധ്യായത്തിൽ ഓരോരുത്തരുടെയും മനസ്സിലൂടെ ആദ്യം ഒന്ന് കടന്നു പോകുന്നുണ്ട്. ധർമ്മപുത്രർ ആദ്യം പറയുന്നത് മനസ്സിനെ ഒന്ന് ശാസിക്കുകയാണ്. എല്ലാ ആരംഭത്തിനും ഒരവസാനമുണ്ട്. അർജുനൻ ഓരോ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. അർജുനൻ്റെ ചിന്തയിലൂടെ പോകുന്നത്, അർജുനൻ നേരത്തെ തന്നെ ദുരന്തം കണ്ട ഒരാളാണ്. അതുകൊണ്ട് കടലിലോട്ട് ദൃഷ്ടി വായിക്കാതെ അർജുനൻ മാറി നിൽക്കുകയാണ്. ആ വർണ്ണന ഈ നോവല് വായിച്ചിട്ടുള്ളവരും ഇല്ലാത്തവരും ഒന്നുകൂടെ എടുത്ത് വായിച്ചു നോക്കുക. അപ്പോഴത്തെ ആ ഭംഗി ഒന്ന് തെളിഞ്ഞു വരും. അപ്പോൾ അയാളുടെ മനസ്സിലൂടെ കഴിഞ്ഞുപോയ ജീവിതത്തിൻ്റെ എല്ലാം ഒന്ന് ഓടിച്ച് കടന്നു പോവുക. ദ്വാരകയെല്ലാം നശിച്ച് അവിടുത്തെ സ്ത്രീകളെയെല്ലാം എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. ഇവരെ അർജുനൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു വിടുമ്പോൾ പോകുന്ന വഴിക്ക് കാട്ടാളന്മാർ ഈ സ്ത്രീകളെല്ലാം പിടിച്ചോണ്ട് പോകും. ഇയാളുടെ ഗാന്ധീവം നിർജീവമായിട്ട് ഇയാൾക്കൊന്നും ചെയ്യാനില്ലാതെ നിൽക്കേണ്ടി വരികയാണ്. ഒരു നഗരത്തിൻ്റെ സ്ത്രീകളുടെ സംരക്ഷണം പോലും ഏറ്റെടുക്കാനാവാതെ അയാൾ നിൽക്കുക. അയാളുടെ മനസ്സിലൂടെ പഴയ ജീവിതമൊക്കെ ഉണ്ട്. പഴയ കാലത്ത് അദ്ദേഹത്തിൻ്റെ ആദ്യം മുതലുള്ള സ്ത്രീകളുടെ വലിയ വിഷയതൽപ്പരനായിരുന്നല്ലോ. ഏറ്റവും സുന്ദരനും ഒക്കെ ആയിരുന്നു. ദ്രൗപദി, സുഭദ്ര, ഉലൂബി, ചിത്രാംഗത, ഇവരൊക്കെ എവിടെ എന്ന് അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുക. ഈ ഇന്ത്യയെക്കുറിച്ചുള്ള ഒരാരോപണത്തിലൊന്ന് ഈ സ്ത്രീകളുടെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഈ പുരുഷകേന്ദ്രിതമായ സമീപനം ഉണ്ടായിരുന്നു എന്നാണ്. പക്ഷേ പലർക്കും അങ്ങനെ അല്ല എന്ന് നമുക്ക് കാണാം. അദ്ദേഹം ഇത് പറയുന്നുണ്ട്. പണ്ട് ബ്രാഹ്മണർ പറഞ്ഞു തന്ന പോലെ ഇവരൊക്കെ കേവലം രേതസ് ഹോമിക്കാനുള്ള അഗ്നികൾ മാത്രമായിരുന്നു. അതുപോലെ ഈ ഗാന്ധാരി അതിൻ്റെ ഇടയ്ക്ക് ചിന്തിക്കുന്നുണ്ട്. കുരുക്ഷേത്രത്തിൻ്റെ നീതി വ്യവസ്ഥ സ്ത്രീകളോട് ചെയ്തത് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഇന്ത്യയുടെ കഥാപാത്രങ്ങളും മിക്കതും സ്ത്രീ കഥാപാത്രങ്ങൾ പലതും സമൂഹത്തിൻ്റെ ആ പുരുഷനീതിയുടെ സമ്മർദ്ദത്തിൽ ഞെരിഞ്ഞമർന്നു പോകുന്ന കഥാപാത്രങ്ങളായിട്ടാണ് വരുന്നത്. അതിന് വിരുദ്ധമായിട്ട് വരുന്ന കഥാപാത്രങ്ങൾ കുറവ്. അതായത് കഥാപാത്രത്തെ കൊണ്ട് മുദ്രാവാക്യം വിളിപ്പിക്കുന്നില്ല, പക്ഷേ സ്ത്രീയുടെ അവസ്ഥ ചിത്രീകരിക്കുക. വൈശാലിയിൽ എല്ലാം നേടാൻ സഹായിക്കുന്ന ആ സ്ത്രീകളാണ്. അവസാനം ആ സ്ത്രീകളെ ചവിട്ടി അമർത്തിക്കൊണ്ടാണ് മഴയും ആ പുരുഷാരവും കടന്നു പോകുന്നത്. ആ സിനിമ കണ്ടതല്ലേ വൈശാലി? അപ്പം അത് എല്ലാ സ്ത്രീയുടെ അവസ്ഥ പറയുന്നുണ്ട്.
ഞാൻ അതിലേക്ക് വരാം. ഈ തിരക്കഥകളെക്കുറിച്ച് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതിനുശേഷം പിന്നെ ഇവരുടെ വനവാസം ആരംഭിക്കുകയാണ്. മഹാപ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കടന്ന് ഹിമാലയത്തിലേക്ക് പോയി ഇവരുടെ ഉടലോടെ സ്വർഗത്തേക്ക് പോകണമെന്നാണ് ധർമ്മപുത്രർ പറയുന്നത്. ഇതിനിടയ്ക്ക് ഈ അർജുനൻ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. ഈ നഗരവും ഈ കൊട്ടാരവും എനിക്ക് തന്ന ആ നല്ല മനുഷ്യൻ. അപ്പോൾ അവിടെ ഒരു പ്രത്യേക ഈ മനുഷ്യൻ എന്ന് പറയുന്ന വാക്ക്, അതായത് ഈ പുരാണത്തിലെ അല്ലെങ്കിൽ ഇതിഹാസത്തിലെ ദൈവികമായ കാഴ്ചപ്പാടിനെ മാറ്റി മാനുഷികമായ ഒരു രീതിയിലാണ് ഇദ്ദേഹം ഈ ഇതിഹാസത്തെയും കഥാപാത്രങ്ങളെയും കാണുന്നത് എന്നുള്ളൊരു സൂചന ആദ്യത്തെ അധ്യായത്തിൽ തന്നെയുണ്ട്. പിന്നീട് ഇവരെ മഹാപ്രസ്ഥാനത്തിന് പോവുകയാണ്. മഹാപ്രസ്ഥാനത്തിന് പോകുമ്പോൾ മുമ്പേ ധർമ്മപുത്രർ, അതിന് രണ്ടാം മൂഴക്കാരനായ ഭീമസേനൻ, അർജുനൻ, ഏറ്റവും ഒടുവിലായിട്ടാണ് ദ്രൗപദി പോകുന്നത്. ഇങ്ങനെ പോകുന്ന പോക്കിലും പിന്നീട് ഭീമസേനയിലൂടെയാണ് ഈ കഥ മൊത്തം പോകുന്നത്. ഭീമൻ്റെ ആത്മസംഘർഷങ്ങളും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇദ്ദേഹം പോകുന്ന വഴിക്ക് ഒരു ചിന്തകളും അരുതെന്നാണ്. അവസാന യാത്രയ്ക്ക് പോകുമ്പോൾ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ പറയുന്ന പോലെ അവസാനത്തെ കടപ്പുറത്ത് തിര വരാൻ കാത്തു നിൽക്കുമ്പോൾ ഓർമ്മകൾ അരുത് എന്ന് പറയുന്ന പോലെ പിന്തിരിഞ്ഞ് നോക്കരുതെന്നാണ് അവരുടെ വ്യവസ്ഥ. പിന്തിരിഞ്ഞ് നോക്കരുതെന്ന് പറഞ്ഞാൽ ജീവിതത്തിലൂടെ പുറകോട്ട് പോകരുതെന്നാണ്. പുറകെ പലതും സംഭവിച്ചെന്നിരിക്കാം. പുറകിൽ കൂടെ കാടനോ കടുവയോ വന്ന് കടിച്ചാലും ആരെങ്കിലും വെള്ളം വെച്ചാലോ ഒന്നും നമ്മൾ തിരിഞ്ഞു നോക്കാൻ പാടില്ല, നമ്മൾ മുന്നോട്ട് പോയിക്കോണം. അങ്ങനെ പോകുന്നതിനിടയ്ക്ക് ഭീമൻ്റെ ചിന്തകൾ പോവുകയാണ്. ഇതിനടുത്ത് എവിടെ ആണല്ലോ സിരാതീർത്ഥം. പണ്ട് ഓടിക്കളിച്ചിരുന്ന ആ സ്ഥലങ്ങൾ എവിടെയോ ആണ്. ഇയാളുടെ ഓർമ്മകൾ പഴയതിലേക്ക് പോവുക. പിന്നീട് അങ്ങോട്ട് പോകുമ്പോൾ ഗന്ധമാദനത്തിൻ്റെ അടുത്തെത്തുന്നു. മനസ്സിലൊരു കാട്. ആ കാടില് കഴിഞ്ഞ വസന്തകാലത്ത് വീണ പൂക്കളുടെ ഗന്ധം വഹിക്കുന്ന മധുക മരച്ചുവടുകൾ, കാട്ടാടുകൾ കന്മദം നക്കുന്ന ഭൂമികൾ, കുടകപ്പാലുകളുടെ ഗന്ധം വഹിക്കുന്ന കറുത്ത സുന്ദരികൾ. ഇത് അദ്ദേഹത്തിലെ ആ കാമവാസനകൾ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഈ കന്മദത്തിൻ്റെ ഇതിലോട്ടൊക്കെ പോകുന്നത് നമ്മുടെ ഈ വൈലോപ്പിള്ളിയുടെ ഒരു കവിതയുണ്ട്. ഏത് മഹാപ്രസ്ഥാനത്തിന് പോയി കഴിഞ്ഞാലും വൈലോപ്പിള്ളി ഉണ്ട്, പിന്നെ കുമാരനാശാൻ്റെ ഒരു കവിതയ്ക്കകത്ത് പിന്നെ പറയുന്നുണ്ട്, ജന്തുവിന്ന് തുടരുന്നു വാസനാ ബന്ധമിങ്ങുടല് വീഴുവോളവും എന്നാണ്. എവിടെ വെച്ച് നമ്മുടെ ഉടല് വീഴുന്നോ അതുവരെയും നമ്മുടെ വാസനാബന്ധം അവിടെ തന്നെ കാണും. അപ്പോൾ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ യാത്രയിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് പഴയതിലേക്ക് ചലിക്കുകയാണ്. കുടകപ്പാലുകളുടെ ഗന്ധവും കന്മദം നിൽക്കുന്ന കാട്ടാടിൻ്റെ ഗന്ധവുമൊക്കെ ഈ കരുത്തൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ചായ കുടിക്കാൻ ചായ കുടിച്ചിട്ട് തുടങ്ങാം അല്ലേ? അപ്പം ഭീമസേനൻ്റെ യാത്ര പിന്നീട് അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെയാണ്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് വൈലോപ്പിള്ളിയുടെ സഖ്യൻ്റെ മകൻ എന്ന കവിത കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. സഖ്യൻ്റെ മകൻ ഒരു പുരുഷാരത്തിൻ്റെ നടുക്ക്, ഉത്സവത്തിൻ്റെ നടുക്ക്, വർണ്ണപ്പകിട്ടാർന്ന പുരുഷാരത്തിൻ്റെ നടുക്ക് നിൽക്കുന്ന ഒരു മതം പെരുത്ത ആനയാണ്. അതുകൊണ്ടല്ലോ അതിനെ എഴുന്നള്ളിക്കാൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ആന ഉത്സവത്തിൽ, ആനയ്ക്ക് ഉത്സവം നന്നാകണമെന്നല്ലല്ലോ, ആന അവിടെ നിൽക്കുമ്പം ദേവൻ്റെ തിടമ്പ് മസ്തകത്തിൽ എത്തുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പിശാചുക്കൾ മൂളുന്നു എന്നാണ് വൈലോപ്പിള്ളി പറയുന്നത്. അവിടെ നിന്ന് ഈ ആനയുടെ മനസ്സ് അദ്ദേഹത്തിൻ്റെ ബാല്യത്തിലേക്ക്,
സഖ്യൻ്റെ മടിത്തട്ടിലേക്ക് ആഴ്ന്നിറക്കുക. അവിടെ ഈ കുടകപ്പാലകളും ഈ മതഗ്രന്ഥവും ഒക്കെ നമുക്ക് കാണാം. ഇത് വളരെ മനഃശാസ്ത്രപരമായി വളരെ സാധ്യതകളുള്ള ഒരു കവിതയാണ്. അതിനെ മനഃശാസ്ത്രപരമായിട്ട് തന്നെ MN വിജയൻ അനലൈസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്ന് പറയുന്ന പോലെ ഇവിടെ ഭീമസേനൻ്റെ യാത്രയും ഇങ്ങനെ ആ കുടകപ്പാലകളുടെ മണവും കന്മതം നിൽക്കുന്ന കാട്ടാടുകൾ നിറഞ്ഞ ഈ ഭൂപ്രദേശത്തൂടെയൊക്കെ പോകുന്ന സമയത്താണ് പിന്നിൽ പാഞ്ചാലി വീണ ശബ്ദം കേൾക്കുന്നതും അവിടെ അദ്ദേഹം നിൽക്കുന്നതും. മറ്റുള്ളവരെല്ലാം ഇയാളെ കടന്നു പോവുകയാണ്. ഈ ലോകമെന്ന് പറയുന്ന മനുഷ്യൻ്റെ അവസ്ഥകളും എല്ലാം സ്വാർത്ഥപരമാണ്. നമ്മുടെ എല്ലാ യാത്രകളിൽ നമ്മൾ മാത്രമേ ഉള്ളൂ, നമുക്ക് സ്വാർത്ഥതയാണ്. പാഞ്ചാലി വീണു എന്ന് ഭീമസേനൻ പറയുമ്പോൾ ധർമ്മപുത്രൻ പറയുന്നുണ്ട്, അവൾക്ക് അർജുനനോടായിരുന്നു പ്രിയം. രാജസൂയത്തിന് എൻ്റെ അടുത്തിരിക്കുമ്പോൾ പോലും അവളുടെ നോട്ടം അർജുനനിലേക്കായിരുന്നു. അതുകൊണ്ട് അവൾ അത് അർഹിക്കുന്നു, അവിടെ കിടന്നോട്ടുന്നു. പിന്നീട് ദ്രൗപദിയുടെ ഇഷ്ടപ്പെട്ട ഭർത്താവ് അർജുനൻ കടന്നു പോകും. അർജുനനും എന്തൊക്കെയോ പെരുവിടുത്തോട്ട് പോവുക, നിൽക്കാൻ സമയമില്ല, കാത്തു നിൽക്കാനാവില്ല എന്ന് പറയുന്നു. നകുല സഹദേവന്മാർ പോകുന്നു. അവിടേക്കാണ് ഭീമസേൻ അപ്പോൾ തിരികെ വരികയും ഇവരുടെ അടുത്ത് ഇരിക്കുകയും ക്രമേണ അപ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ പാഞ്ചാലി ഒരിക്കലും ഭീമസേനെ ഒരു തൻ്റെ കാര്യം സാധിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഭർത്താവ് ആയിട്ടല്ലാതെ ഒരു പ്രണയ നായകനായിട്ട് കണ്ടിരുന്നില്ല. എങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഈ സ്നേഹം അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഭീമസേനൻ അവിടെ ഇരിക്കുക. അവിടെ നിന്നാണ് ഈ MT രണ്ടാം ഊഴത്തിൽ ബാക്കി ഇദ്ദേഹത്തിൻ്റെ ആത്മകഥയിലേക്ക് കടക്കുന്നത്. ഇത് വ്യാസൻ്റെ മൗനം ആണെന്ന് പറയുന്നെങ്കിലും യഥാർത്ഥത്തിൽ വ്യാസമഹാഭാരതത്തിൻ്റെ ഒരു അവനിർമ്മാണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കാരണം ഇവരുടെ യാത്രക്കിടയിൽ ഭീമസേനൻ ഒരിക്കലും നിൽക്കില്ല. ഭീമസേനൻ രണ്ടാമത് നടന്നു പോകുന്നു, എല്ലാവരും പോകുന്നു, ക്രമികമായിട്ട് വീഴുന്നു. അതാണ് മഹാഭാരതം കാണിച്ചു തരുന്നത്. ഇതിൽ നിന്ന് ഭീമസേനെ പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഭീമസേനൻ തിരികെ നിൽക്കണം. ഭീമസേനൻ അവിടെ നിന്നാണ് പിന്നീട് പുറകോട്ട് പോകുന്നത്. പുറകോട്ട് പോകുമ്പം ഭീമസേനൻ്റെ വീരകൃത്യങ്ങൾ മാത്രമേ നമുക്ക് ഇതിനകത്ത് കാണാനാവൂ. പക്ഷേ യഥാർത്ഥ മഹാഭാരതത്തിൽ അതൊന്നുമല്ല കാണുന്നത് കേട്ടോ. ഭീമസേനന് ഈ പറഞ്ഞ പോലെ ഭീരുവായിരുന്നു നമുക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ മഹാഭാരതം, രാമായണം തുടങ്ങിയ ഇതിഹാസങ്ങളെ എങ്ങനെ വായിക്കണം, എങ്ങനെ കാണണം എന്ന് നമുക്ക് കാണിച്ചു തന്ന ഒരാളാണ് കുട്ടികൃഷ്ണമാരാർ. കുട്ടികൃഷ്ണമാരാർ ഒരിക്കലും വ്യാസന്റെ മൗനങ്ങൾക്കല്ല അർത്ഥം കൊടുത്തത്. വ്യാസൻ പറഞ്ഞതിനെ വെച്ചുകൊണ്ട് വ്യാസൻ എന്താണോ അതിനകത്ത് ചെയ്തിരിക്കുന്നത് അതിനെ വിശദമാക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ആക്ടാക്കളോടൊക്കെ പറയുന്ന പോലെ ഒരു ആക്ടിനെ നമ്മൾ വിശദമാക്കിയെടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇതിനെ വിശദമാക്കുക ചെയ്തത്. അങ്ങനെ കർണനും ഈ മലയാളം കണ്ട ഏറ്റവും വലിയ നിരൂപകരിൽ ഒരാളാണ് കുട്ടികൃഷ്ണമാരാർ. ഈ കുട്ടികൃഷ്ണമാരാരുടെ ഈ ഭാരത പര്യടനം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് MTയുടെ രണ്ടാം ഊഴം ഉണ്ടായതും PK ബാലകൃഷ്ണൻ്റെ ഇനി ഞാൻ ഉറങ്ങട്ടെ ഉണ്ടായതും VT നന്ദകുമാറിൻ്റെ എൻ്റെ കർണൻ ഉണ്ടായതും ഒക്കെ. പക്ഷേ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, MT ഒരിക്കൽ പോലും അങ്ങനെ ഒരു കടപ്പാട് പറഞ്ഞിട്ടില്ല. കുട്ടികൃഷ്ണമാരാരെ കണ്ടതായിട്ട് പോലും ആ പുസ്തകത്തിലേക്ക് പറഞ്ഞിട്ടില്ല. ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്ത മോഹൻ ഗാംഗുലിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മലയാളത്തിലേക്ക് സമ്പൂർണ്ണമായി വിവർത്തനം ചെയ്ത കുഞ്ഞിക്കുട്ടൻ നമ്പുരാൻ്റെ ഭാരത വിവർത്തനം വായിച്ചതായിട്ട് പറയുന്നുണ്ട്. അവിടെയെങ്ങും കുട്ടികൃഷ്ണമാരാരോടുള്ള ഒരു കടപ്പാട്, കുട്ടികൃഷ്ണമാരാരെ കണ്ടതായിട്ട് പോലും അദ്ദേഹം നടിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. കാരണം മഹാഭാരതത്തെ എങ്ങനെ സമീപിക്കണം എന്ന് കാണിച്ചു തന്നത് മാരാർ. ഇന്ത്യയിലെ അതിനു മുമ്പും മഹാഭാരതത്തെ വെച്ചുള്ള പഠനങ്ങളൊക്കെ നടന്നിട്ട് മറാഠി സാഹിത്യകാരിയായ ഇരാവതി കാർവെയൊക്കെ എഴുതിയിട്ടുണ്ട്. ഓരോ ഇതിഹാസ കഥാപാത്രങ്ങളെ എടുത്ത് മൂല്യനിർണ്ണയം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ ഈ പ്രശംസ ചൊരിയുക, റിട്ടയർമെൻറ്റ് സമയത്ത് പ്രശംസ ചൊരിയുന്ന ഒന്ന് വൈതാളികരായിട്ട് മാത്രമേ എന്നുള്ളൂ. കുട്ടികൃഷ്ണമാരാർ അങ്ങനല്ല. കുട്ടികൃഷ്ണമാരാർ ഇപ്പം സുയോധനൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ എടുക്കുമ്പോൾ
സുയോധനന്റെ മഹത്വത്തെയും അയാളുടെ തെറ്റുകളെയും മഹത്വത്തെയും അവിടെ പറയുന്നുണ്ട്. ശരി, സുയോധനൻ എന്ന് പറയുന്ന കഥാപാത്രം ജീവിതത്തിൽ ഒരിക്കലും അധൈര്യം കൈവെടിച്ചിട്ടില്ല. ധീരനായി നിന്ന് അദ്ദേഹത്തിൻ്റെ കർത്തവ്യങ്ങളെല്ലാം ചെയ്ത ഒരാളാണ് സുയോധനൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പരമമായിട്ട് അവസാനം മഹാഭാരത കർത്താവ് സ്വർഗം നൽകിയിരിക്കുന്നത്. അതിന് ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഒറ്റ കാര്യത്തിലെ സുയോധനൻ വിട്ടുവീഴ്ച ചെയ്യാതിരുന്നുള്ളൂ. ഇവരുടെ പാണ്ഡവർക്ക് കൊടുക്കാനുള്ള രാജ്യം കൊടുക്കുന്നില്ല എന്നുള്ളത്, അതിന് അയാൾക്ക് അയാളുടേതായ ന്യായങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. ഈ മഹാഭാരതം എന്ന് പറയുന്നത് ധൃതരാഷ്ട്രം പാണ്ഡു രണ്ട് രാജാക്കന്മാരാണ്. ധൃതരാഷ്ട്രർക്ക് കാഴ്ചയില്ലാത്തത് കൊണ്ട് ഹസ്തിനപുരത്തിൻ്റെ രാജാവാണ്. കാഴ്ചയില്ലാത്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കെയർ ടേക്കർ രാജാവായിട്ടാണ് അനുജനായ പാണ്ഡു വരുന്നത്. പാണ്ഡുവിന് വലിയ രാജ്യഭരണ താല്പര്യങ്ങളൊന്നുമില്ല. അദ്ദേഹം സ്ത്രീകളുമൊത്ത് രമിച്ച് കാട്ടിൽ കഴിയുക. ഈ കൊട്ടാരത്തിലോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളത് മഹാഭാരതം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവിടെ ഭരണം നടത്തുന്ന വിതുരൻ എന്ന് പറയുന്ന കഥാപാത്രമാണ്. അദ്ദേഹത്തിന് രാജഭരണം ഏറ്റെടുക്കാൻ കഴിയില്ല. കാരണം ദാസിയിൽ ജനിച്ച ആളായതുകൊണ്ട്. ജാതി മതങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ വരുമ്പോൾ ധൃതരാഷ്ട്രമാണ് രാജാവ്, മുൻനിർത്തി ഭരിക്കുന്ന ആളാണ് പാണ്ഡു. പാണ്ഡു കാട്ടിൽ പോയി മരിച്ചുപോയി കഴിയുമ്പോൾ മക്കത്തായമാണ് സമ്പ്രദായമെങ്കിൽ സ്വാഭാവികമായിട്ടും രാജാവാകേണ്ടത് സുയോധനനാണ്. ഈ ദുര്യോധനൻ എന്ന് പറയുന്ന കഥാപാത്രം, ദുര്യോധനൻ എന്ന് ഈ മഹാഭാരതം പറയുന്നത് കൗരവപക്ഷമെല്ലാം ചത്തൊടുങ്ങി കഴിഞ്ഞ് അവരുടെ മൂന്നാം തലമുറയിൽ പാണ്ഡവരിലെ ഒരാളെ അവശേഷിക്കുന്നുള്ളൂ. അവരുടെ മൂന്നാം തലമുറയോട് കഥ പറഞ്ഞു കൊടുക്കുന്നതായിട്ടാണ്. അപ്പോൾ അവരെക്കുറിച്ച് മോശമായിട്ടല്ലേ പറയത്തുള്ളൂ. ഒരു തന്തയും തള്ളയും ദുശാസനൻ ദുസ്സഹൻ ദുർമുഖൻ ഇങ്ങനൊന്നും പേര് വിടത്തില്ല. സ്വാഭാവികമായിട്ടും സുയോധനൻ എന്നുള്ള പേര് പലയിടത്തും വരുന്നുമുണ്ട്. അപ്പം ഈ സുയോധനാണ് യഥാർത്ഥത്തിൽ രാജ്യാവകാശി എന്ന് അയാൾക്കറിയാവുന്നതുകൊണ്ട് അയാൾ ആ ഒരു കാര്യത്തിൽ മാത്രം വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഇതിൻ്റെ നേരെ എതിർഭാഗമായിരുന്നു ധർമ്മപുത്രൻ, ധീരത്വത്തിൻ്റെ അങ്ങേയറ്റവൻ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ അദ്ദേഹം പറയുന്നു. ഇത് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പരഭാഗശോഭയോടെ ആ ഭീരുത്വവും ധീരതയും ഇതിലുടനീളം പോവുകയാണ്. ഈ ഭീമസേന ഈ പറഞ്ഞ പോലെ ഭീമസേനെ കുറിച്ചൊക്കെ ഈ പറയുമ്പോൾ ഈ എപ്പോഴും പ്രശംസിച്ച് പറയുമ്പോൾ എൻ്റെ അപ്പൂപ്പൻ്റെ കഥ എൻ്റെ അടുത്ത് എന്ന് പറയുമ്പോൾ അങ്ങേരുടെ വീട്ടിലെ ആൾ എത്ര നല്ലത് ചെയ്താലും അയാളെ കുറിച്ച് മോശമായിട്ടല്ലേ പറയത്തുള്ളൂ. മഹാഭാരതത്തിൽ പറയുന്ന ചെറിയ പ്രായത്തിൽ ഇവർ കാട്ടിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരുന്നു. പാണ്ഡു മരിച്ചു കഴിഞ്ഞപ്പോൾ വന്നു കഴിയുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ടും ശത്രുത ഉണ്ടാവും. ഭീമസേൻ ഇച്ചിരി തടിയനൊക്കെയാണ്, പുള്ളി ഇച്ചിരി കായിക. അപ്പോൾ ഈ ചെറിയ കുട്ടികളൊക്കെ എന്നെ ഉപദ്രവിക്കും. അപ്പോൾ അതിനകത്ത് മഹാഭാരതത്തിൽ പറയുന്നുണ്ട്, മരത്തിൽ കയറി ഇരിക്കുന്ന പിള്ളേരെ കുലുക്കിയിടുക, വെള്ളത്തിൽ ശ്വാസം മുട്ടിക്കാൻ വേണ്ടി പിടിച്ചു നിർത്തുക, ഇതൊക്കെ. എന്നിട്ട് വ്യാസൻ തന്നെ അല്ലെങ്കിൽ വൈശമ്പായനൻ തന്നെ പറയുന്നത് ഇതൊക്കെ ബാലസഹജമായ കുസൃതികളായിരുന്നു. അതേസമയം ഈ പരാതി ചെല്ലുമ്പോൾ സുയോധനും അല്ലെങ്കിൽ ദുര്യോധനും ദുശാസനും ഒക്കെ കൂടെ ചേർന്ന് ഇയാളെ വള്ളി കൊണ്ട് കെട്ടി വെള്ളത്തിൽ താത്തിടുക. അത് അങ്ങേയറ്റം കൂടുതൽ. ഈ ഒരു ഇരട്ടത്താപ്പ് മഹാഭാരതത്തിൽ നേരിട്ട് കാണാം. പക്ഷേ വ്യാസൻ ഇത് കൃത്യമായിട്ട് ഇതിനകത്ത് ഒളിപ്പിച്ച് വെക്കുക ചെയ്തു. നമ്മൾ നേരിട്ട് പറയാൻ പറ്റാത്ത കാര്യങ്ങളും അതിനകത്ത് പറഞ്ഞു വെച്ചാണ് പോയത്. ഇതിനെ അവതരിപ്പിക്കുകയാണ് യഥാർത്ഥം ചെയ്തത്. ഭീമസേനന്റെ ധൈര്യത്തെക്കുറിച്ച് പറയുന്നത് എന്നിട്ട് സന്ദർഭങ്ങളുണ്ട്. ഒന്ന്, പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയം പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളൂ. വസ്ത്രാക്ഷേപം ചെയ്തു എന്നൊക്കെ ഉള്ളത് പിന്നീട് കൂട്ടിച്ചേർത്തതാണെന്നാണ് പറയുന്നത്. പാഞ്ചാലിയെ സഭയിലേക്ക് കൊണ്ടുവന്ന് അപമാനിച്ചു. ഇയാൾ ചൂത് കളിച്ചു. സ്വന്തം ഭാര്യയും രാജ്യവും എല്ലാം പണയം വെച്ച് ചൂത് കളിച്ചതിന് ഈ ധർമ്മപുത്രനെ സ്ഥിരം ഇവർ ചീത്ത പറയും. ധർമ്മപുത്രൻ ഒന്നും മിണ്ടാതെ കഴിയുന്നു. അവർ കാട്ടിൽ പോയിട്ട് വന്നു. അവസാനം കാട്ടിൽ കിടക്കുന്ന ഒരു ദിവസം ഇതുപോലെ ഇവരെല്ലാം കൂടെ ഇങ്ങനത്തെ മണ്ടയ്ക്ക് കയറി. ഇടയ്ക്കിടയ്ക്ക് കുതിര കയറുമല്ലോ. അങ്ങനെ കയറി ഭീമസേൻ ഇയാളെ പറയുന്നു, ഇങ്ങേരുടെ കൈ അന്ന് ഞാൻ പൊള്ളിക്കേണ്ടതായിരുന്നു, നിങ്ങളെല്ലാം കൂടെ പിടിച്ചു മാറ്റിയിട്ടാണ്. ഉടനെ ധർമ്മപുത്രൻ വളരെ ശാന്തമായിട്ട്, ധർമ്മപുത്രൻ അത്രയും ബുദ്ധിമാനായ ഒരാളാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
എപ്പോൾ അടിക്കണം എപ്പോൾ അടിക്കരുതെന്ന് അറിയാവുന്ന ഒരാളാണ്. അപ്പം പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ തോന്നാനിട്ടല്ല, പക്ഷേ ആ സൂതപുത്രൻ്റെ കൈമിടുക്കോർത്ത് എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടു പോയിരിക്കുക. ഇന്ന് വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. സൂതപുത്രൻ നിന്ന് കർണൻ. ഇത് കേട്ടപ്പോൾ ഭീമസേനൻ പോലും അവിടെ ഇരുന്ന് പോയി. ഭീമസേനൻ്റെ ധൈര്യം ഇത്രയേ ഉള്ളൂ. ഈ കുട്ടികൃഷ്ണമാരാർ പറയുന്ന ഒരു കാര്യമുണ്ട്. കുട്ടികൃഷ്ണമാരാർ പറയുന്നത്, മനുഷ്യനിലെ ചില ഒരു അവസ്ഥകളുണ്ട്. ഒരു കാര്യം കാണുമ്പോൾ ചാടിക്കേറിയായിരിക്കും നമ്മൾ പ്രതികരിക്കുന്നത്. ആ പ്രതികരണത്തിൻ്റെ ഭാവമാണ് ഭീമസേനയുള്ളത്. അതിനെ ശാന്തമായിട്ട് കൈകാര്യം ചെയ്ത് അവിടെ പിടിച്ചു നിർത്തി അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കുന്ന രീതിയാണ് ധർമ്മപുത്രരുടേത്. പിന്നീട് അതിൻ്റെ സാക്ഷാത്കാരം, ഒരു പ്രവൃത്തി നടത്തുന്നത് വരുംവരായികകളും നോക്കി ആ തരത്തിൽ പോകുന്നതാണ് അർജുനൻ്റെ പ്രവൃത്തികൾ. അങ്ങനെ കുട്ടികൃഷ്ണമാരാർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ കല്യാണ സൗകര്യം പറിക്കാൻ പോകുന്ന സമയത്ത് ഭീമസേനെ പിടിച്ച് അവരവിടെ കെട്ടിയിടുകയൊക്കെ ചെയ്യും. നമ്മുടെ ഈ രണ്ടാം ഊഴം വായിച്ചു കഴിഞ്ഞാൽ ഇതൊന്നും പുള്ളിയെ അതൊന്നും ചെയ്തിട്ടില്ല എന്ന് തോന്നും. അതാണ് ഈ അപനിർമ്മാണം എന്ന് പറയുന്നത്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ ഭീമസേനൻ എന്ന നിലയ്ക്ക് നമുക്ക് അംഗീകരിക്കാൻ ഇത് ഉജ്ജ്വലമായൊരു രചനയാണെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതിലൂടെ ഇദ്ദേഹത്തിൻ്റെ ആത്മസംഘർഷങ്ങൾ വെളിവാക്കുന്നുണ്ട്. ഒരാളുടെ ജീവിതത്തിൽ വരാവുന്ന ഈ എം ഡിയെ സംബന്ധിച്ചിടത്തോളം പല കഥാപാത്രങ്ങൾ ആത്മസംഘർഷം അനുഭവിക്കുന്നതാണ്. സുഭാഷ് ചന്ദ്രൻ ഒരു ഇതിൽ ചോദിക്കുന്നുണ്ട്, ഈ കഴിഞ്ഞ എംഡിത്തം എന്ന പേരിലൊരു മാതൃഭൂമിയുടെ അതിനകത്തൊരു കഥ കൊടുത്തിട്ടുണ്ട്. ആ കഥ വായിച്ചോ? ശിലാലിഖിതം എന്ന് പറയുന്നത് പഴയ ഷെർലക്കിനകത്ത് കഥാസമാഹാരത്തിൽ വന്നതാണ് ശിലാലിഖിതം. അപ്പോൾ ആ കഥയ്ക്കകത്ത് ആത്മസംഘർഷമാണ്. സ്വയം ഒരാൾ കുറ്റസമ്മതം നടത്തുന്നത് പോലെ അതിനകത്ത് ഒരു കഥാപാത്രം എന്ന് പറയുന്നത്, മെയിൻ കഥാപാത്രം ഈ പുരാവസ്തു പഠനം നടത്തുന്ന ആളാണ്. പുരാവസ്തു ഗവേഷണം നടത്തുന്ന ഒരാളാണ്. ഇയാൾ ആദ്യം തന്നെ പറയുന്നുണ്ട്, ഒരു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുക. ലേഖനം എഴുതുമ്പോൾ ഇയാൾ പറയുന്നുണ്ട്, പക്ഷപാതമില്ലാത്ത ചരിത്രകാരൻ. ഇയാൾ ചരിത്രം എഴുതുന്ന ആളാണ്, പുരാരേഖകളെ വെച്ച് ചരിത്രം എഴുതുന്ന ആളാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയെന്ന് വായിക്കണം. മാതൃഭൂമിയുടെ അടുത്ത സമയത്ത് ലഭ്യമായതുകൊണ്ട് കിട്ടുമത്. പുരാരേഖകളെ വെച്ചൊരു ചരിത്രം എഴുതുന്നു. അയാളെ ഒരു കത്തെഴുതുകയാണ്, പക്ഷപാതമില്ലാത്ത ചരിത്രകാരൻ രാഷ്ട്രീയമായും സാമൂഹ്യമായും ഷണ്ടനാണ് എന്നൊരു വാക്ക് എഴുതുന്നുണ്ട്. ഇത് ഇദ്ദേഹം എഴുതുന്നത് ഇദ്ദേഹത്തിൻ്റെ മേലധികാരി, മക്കളില്ലാത്ത മേലധികാരിക്ക് പാരയായിട്ടാണ്. അപ്പം ഇവരുടെ ഈ മനസ്സിൽ നമ്മൾ ചെയ്യുന്ന തെറ്റുകളെ അതിന് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ആത്മസംഘർഷത്തിൻ്റെ കാര്യം പറയുകയാണ്. അപ്പോൾ ഇദ്ദേഹം എം ഡിയുടെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമുക്ക് പലപ്പോഴും ആത്മനിന്ദ തോന്നും. തിരുവനന്തപുരത്തെ പൽപ്പതീർത്ഥക്കുളത്തിൽ ഒരു മനുഷ്യനെ ഒരാൾ മുക്കിക്കൊന്നപ്പം അതിനെ ഫോട്ടോ എടുത്തും ക്യാമറയിൽ പകർത്തി തത്സമയം സംപ്രേഷണം ചെയ്യുകയും ചെയ്ത് ആസ്വദിച്ചവരാണ് നമ്മൾ. വിഷക്കായ കഴിച്ച് മരണാസന്നയായി കിടന്ന ഒരു പെൺകുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ തയ്യാറാകാതെ അതവിടെ കിടക്കട്ടെ, അത് പോയാൽ നല്ലത് എന്ന് കരുതിയ ജനങ്ങളുള്ള നാടാണ്. അവിടെ ഈ കഥാപാത്രവും ഒന്നും ചെയ്യുന്നില്ല. ഇതിനകത്തും അങ്ങനെ സമാനമായൊരു സന്ദർഭം വരുന്നുണ്ട്. ഒരാൾ വിഷം കഴിച്ച് അവിടെ കിടക്കുക. ഈ കഥാപാത്രം പോകുമ്പോൾ അയാളുടെ മകളുമുണ്ട്. നിലവിളി കേട്ടുകൊണ്ട് പറയുമ്പോൾ വാ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇയാൾ തിരിച്ച് വിളിച്ചുകൊണ്ട് വരിക. അപ്പം ഈ മകള് പോയി അവസാനം ലാസ്റ്റിൽ അവർ പറയുന്നുണ്ട്, അവർ ഭയങ്കര നിലവിളിയായിരുന്നു, ഞാൻ വെള്ളം കോരി കൊടുത്തു. അപ്പോഴും അയാളൊന്നും പറയുന്നില്ല. ആ ആത്മനിന്ന ഈ സമൂഹത്തിന് വേണ്ടി സ്വയം ഏറ്റെടുത്ത് ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഈ കഥയിൽ നമുക്ക് കാണും. നല്ലൊരു കഥയായിട്ടോ. ഇന്ത്യയുടെ കുറച്ച് നല്ല കഥകളുണ്ട്. വാനപ്രസ്ഥവം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്. വാനപ്രസ്ഥവം സിനിമയായത് വേറെയാണ്. സിനിമയ്ക്ക് ആ പേരിട്ടെങ്കിലും വാനപ്രസ്ഥവം എന്ന് പറയുന്ന കഥയിലെ പഴയ ഒരു പണ്ട് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിപ്പിച്ചിരുന്ന സമയത്ത് അദ്ദേഹത്തിനൊരു ഇഷ്ടം തോന്നിയ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവർ വിവാഹമൊന്നും കഴിഞ്ഞു നല്ല ഒരു വലിയ തറവാട്ടിലേക്ക് ഒരാളാണെന്ന് നല്ല സൗന്ദര്യമൊക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അവർ അവിവാഹിതയായിട്ട് നിൽക്കുകയാണെന്ന് പിന്നീട് അറിഞ്ഞ് അപ്പം മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത, ഇതൊന്ന് കാണണം. അവർ കത്തെഴുതി വരുത്തി അവിടെ വെച്ച് അവർ ഒന്നിക്കുക. ആ ഒന്നിക്കുമ്പം നേരിട്ട് കാണുമ്പോൾ ആ പഴയ പണ്ടത്തെ സൗന്ദര്യമൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്.
യഥാർത്ഥമായ ചിത്രീകരണമാണ് കേട്ടോ. ഈ പിന്നെ വിലാസിനിയുടെ ഊഞ്ഞാൽ എന്ന് പറയുന്ന നോവൽ, പണ്ടൊക്കെ നമ്മൾ നോവലൊക്കെ വായിക്കുമ്പോൾ ഇതൊക്കെയാണ് അനുസരിച്ച് വായിക്കുന്നത്. ഊഞ്ഞാലിലും ഇതാണ്, വർഷങ്ങൾക്ക് മുമ്പ് ഗാഠമായി സ്നേഹിച്ചിരുന്ന ഒരാളെ പിരിഞ്ഞ് പോവുക, വർഷങ്ങൾക്ക് ശേഷം ആ ഊഞ്ഞാലിനകത്തൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇതാണ് ബോധധാര സമ്പ്രദായമാണ്. അപ്പം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കാണാൻ കാത്തിരിക്കുക, പിന്നെ ആകാംക്ഷ നമ്മളിൽ വളർത്തി അവസാനം വരുമ്പം ഇത് മുഴുക്കെ ഇല്ലാതായിരുന്നു. അതുപോലെ ഇവിടെ ഇല്ലാതാകും. ആ സ്ത്രീയുടെ തലയൊക്കെ നരച്ച് വാർദ്ധക്യം ബാധിച്ച് അവരവിടുന്ന് മൂകാംബികയിൽ നിന്ന് വേറൊരു സ്ഥലമുണ്ടല്ലോ അവിടേക്ക് പോവാം. അപ്പോൾ അവസാനം ഇയാൾക്ക് സഹതാപമാകുന്നു. ഇയാൾ കുറച്ച് നോട്ടെടുത്ത് കൈ വെച്ച് കൊടുക്കും. പക്ഷെ അവരത് വാങ്ങില്ല. അവരുടെ സ്നേഹമാണ് കൂടുതൽ മികച്ചു നിൽക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കുറ്റസമ്മതം കൂടെ അതിനകത്തുണ്ട്. അതുപോലെ MDയുടെ ഏറ്റവും ഞാൻ നോക്കിയിട്ട് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ തിരക്കഥകളാണ്. MD കൈവെക്കാത്ത മേഖലകളില്ല. പ്രത്യേകിച്ച് ഈ പുരാണം, അതുപോലെ വടക്കൻ പാട്ട്, അങ്ങനെയൊക്കെയുള്ള ഒരു കഥകളൊക്കെ എടുക്കുമ്പോൾ ക്ലാസിക്കായിട്ടൊരു ചിത്രം ചെയ്യണമെങ്കിൽ MDയുടെ തിരക്കഥ ഇല്ലാതെ പറ്റില്ല. മറ്റൊന്നും വലുതായിട്ടില്ല. വടക്കൻ പാട്ടുകളൊക്കെ ഒത്തിരി വന്നിട്ടുണ്ടെങ്കിലും ഗോവിന്ദൻകുട്ടിയുടെ തിരക്കഥയിലൊക്കെ ഒത്തിരി, അതൊക്കെ സാധാരണ കഥകളാണ്. പക്ഷെ വടക്കൻ വീരഗാഥയെ വെല്ലുന്ന ഒന്ന് ഉണ്ടായിട്ടില്ല. അത് അതിൻ്റെ തിരക്കഥയുടെ മിച്ചമാണ്. MDയുടെ തിരക്കഥ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, അതിനകത്ത് സംവിധായകന് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, വ്യക്തമായിട്ടല്ല എഴുതി വെച്ചിരിക്കും. ഒരു സീൻ എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് പോലും അതിനകത്ത് എഴുതി വെച്ചിരിക്കും. അതാണ് MDയുടെ തിരക്കഥയുടെ മിച്ചം. അതുപോലെ വൈശാലിയെ കുറിച്ച് പറയുമ്പോഴും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. പിന്നെ മാരാരുടെ പിന്നെ ഭാരതപര്യടനം വായിച്ചിട്ടുള്ളവർക്ക് അതിൽ വ്യാസന്റെ ചിരി എന്നൊരു ലേഖനം ഓർമ്മ കാണുന്നു. ഭാരതപര്യടനം വായിച്ചല്ലേ? അതിനകത്ത് വ്യാസന്റെ ചിരി എന്ന് പറയുന്ന ലേഖനം ഇതാണ്. മഹാഭാരതത്തിലൊരു ഒരു ഭാഗം എടുത്തിരിക്കുക. അതായത് ലോമപാതൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തിൻ്റെ രാജ്യത്ത് മഴ പെയ്യുന്നില്ല. മഴ പെയ്യാതിരിക്കുമ്പോൾ ഒരു മഹർഷിയെ കൊണ്ടുവന്ന് യാഗം ചെയ്യിക്കണം. ആ മഹർഷിയാണ് ഋഷ്യശൃംഖനെ വളർത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീയുടെയും സാന്നിധ്യമില്ലാതെ, ഒരു സ്ത്രീയെ കണ്ടിട്ടില്ലാതെ, സ്ത്രീ സ്പർശമില്ലാത്ത ഒരാൾ അത് ഇങ്ങടത്ത് മാത്രമേ ഉള്ളൂ. വിഭാടകൻ എന്ന് പറയുന്ന ഒരു മഹർഷി വളർത്തുന്ന ഒരാളാണ്. അവിടെ പോയി ഇയാളെ കൊണ്ടുവരണം. അത് ഇച്ചിരി പ്രയാസമാണ്. വിഭാടകൻ ഭയങ്കര കോപിഷ്ഠനാണ്. ഈ കഥ നമുക്കെല്ലാം അറിയാം, വൈശാലി കണ്ടവർക്കറിയാം. ഈ പിന്നെ ഋഷ്യശൃംഖനെ എവിടേക്ക് കൊണ്ടുവന്ന് മഴ പെയ്യിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥ പിന്നെ മാരാര് പറഞ്ഞിരിക്കുന്നത് വളരെ മനഃശാസ്ത്രപരമായിട്ടാണ്. വ്യാസന്റെ ചിരി എന്ന് പറയുന്ന ഇതാണ് യഥാർത്ഥ ഹാസ്യം എന്ന് പറയുന്നത്. കാരണം ഈ ആദ്യമായിട്ടൊരു സ്ത്രീയെ കാണുമ്പോൾ ഇയാളുടെ ചാബല്യങ്ങൾ, ഇവർ ധരിച്ചിരിക്കുന്നത് രുദ്രാക്ഷമല്ല. ഇതെന്താണ് ധരിച്ചിരിക്കുന്നത്? ഇവരുടെ മാറിൽ കാണുന്നത് പന്തല്ല, പിന്നെന്താണ്? ഇയാൾ താടിയും ടീശയൊന്നുമില്ല. ഇതെന്ത് രൂപം? ഇതൊരു മഹർഷി. ഇവരുടെ സ്പർശമൊക്കെ ഇയാൾക്ക് വളരെ ഇഷ്ടപ്പെടുക. ഇതിനെ വളരെ ഹാസ്യാത്മകമായിട്ടാണ് വ്യാസൻ പറയുന്നതാണ് പറയുന്നത്. ഇതിനകത്തൊരു സൈക്കോളജി കൂടെ വെച്ചു. ഏതൊരു മനുഷ്യനെയും നമ്മളിപ്പം നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ അവരുടെ പ്രാകൃതികമായ ചോദനകളിൽ നിന്നൊക്കെ അകറ്റി, പിന്നെ ആണുങ്ങൾ മാത്രം പഠിക്കുന്ന സ്കൂളിലോ കോളേജിലോ അന്നൊക്കെ അങ്ങനെ ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ, വിട്ട് വളർത്താൻ സമയമാകുമ്പോൾ ഇത് കെട്ടുപൊട്ടിച്ച് പുറത്ത് ചാടുന്ന ഒരു സൈക്കോളജിയിലേക്ക് കുട്ടികൃഷ്ണന്മാരെ വിരൽ ചൂണ്ടുന്നുണ്ട്. ഇതാണ് വ്യാസന്റെ ചിരി എന്ന് പറഞ്ഞിട്ട് പിന്നെ മാരാര് പറയുന്നുണ്ട്. നമ്മൾ ഹാസ്യത്തിൻ്റെ അങ്ങേയറ്റത്തെ ആൾക്കാരായിട്ട് കുഞ്ചൻ നമ്പ്യാരെയൊക്കെ വെക്കുന്നെങ്കിൽ ഇതൊന്നും ഹാസ്യമല്ല. കുഞ്ചൻ നമ്പ്യാരെയൊക്കെ ഇത്രയും വിമർശിച്ചിട്ടുള്ള വേറൊരാളില്ല. ഒരു കണക്കിന് നോക്കുമ്പോൾ ശരിയാണ്. നമ്പ്യാർ പറയുമ്പോൾ ഉടലതി രമ്യം ഒരുത്തല കിഞ്ചിൽ മുടവുണ്ടവന് നടക്കുന്ന ഒരാളുടെ മുടന്തോ ചട്ടുകാലോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ കള്ളുകൂടിയോ ഒക്കെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ സാധാരണക്കാരന് ചിരിക്കാനുള്ള ജനകീയ കവിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നു ആ നമ്പ്യാരെ നമ്മൾ അംഗീകരിക്കാതിരിക്കുന്നില്ല, പക്ഷേ ഇതാണ് ഹാസ്യത്തിൻ്റെ അങ്ങേ അറ്റമെന്ന് കരുതി വെക്കുന്ന ഹാസ്യത്തിൻ്റെ പിതാവായിട്ട് നമ്പ്യാരെ കാണുമ്പം അതിനെയാണ് ഞാൻ എതിർക്കുന്നതെന്ന് മാരാര് പറയുന്നുണ്ട്. പക്ഷേ ഈ കഥ നമ്മുടെ ഇതിനകത്തൂടെ ഭാരതപര്യടനത്തിലൂടെയാണ് മലയാളി ആസ്വാദക സമൂഹം വായിക്കുന്നത്. അതാണ് MD തിരക്കഥയാക്കിയത്. മഹാഭാരതത്തിൽ ആ വിഷയം ഉണ്ടെങ്കിലും ഒരിക്കൽ പോലും ഒരു കടപ്പാടോ
ആരാളുടെ പേരോ പരാമർശിച്ചില്ല എന്നത് എനിക്ക് ഇച്ചിരി ഇതായിട്ട് തോന്നുന്നുണ്ട്. എൻ്റെ മാത്രം തോന്നലാണെന്ന് അറിയത്തില്ല. കാരണം കൃഷ്ണമാരാരെ വായിച്ചിട്ടുള്ള ആ സമൂഹം അദ്ദേഹത്തിനൊക്കെ എത്രയോ മുമ്പ് തന്നെ മഹാഭാരത എന്ന ഇതിഹാസത്തെ അല്ലെങ്കിൽ വാൽമീകിയുടെ രാമനെയൊക്കെ നിശ്ചിതമായിട്ട് സ്വന്തം കാഴ്ചപ്പാടിലൂടെ ദൈവിക കാഴ്ചപ്പാടുകളൊക്കെ മാറ്റിവെച്ച് മാനുഷികമായിട്ട് ധാർമ്മികതയിലൂന്നി ഈ അപകർമ്മതകളെ അദ്ദേഹം അംഗീകരിക്കത്തില്ല. അപ്പം ഞാൻ നിർത്തിയേക്കാം കേട്ടോ, പെട്ടെന്ന് നിർത്തിയേക്കാം. അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ തിരക്കഥകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത്രയും മനോഹരമായിട്ട് സംഭാഷണങ്ങൾ എഴുതാനും തിരക്കഥകൾ എഴുതാനും കഴിവുള്ള ഒരാൾ വേറെയില്ല. എം ജി പോയത് അക്കാര്യത്തിൽ ഒരു വലിയ നഷ്ടം തന്നെയാണ്. എം ജിയുടെ സ്ത്രീ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥാപാത്രത്തെ പ്രത്യേകം പറയാതിരിക്കാൻ പറ്റില്ല. പരിണയത്തിലെ താത്രിക്കുട്ടി സമൂഹത്തിന് നേരെ മുദ്രാവാക്യം വിളിക്കുന്ന ഒരേ ഒരു കഥാപാത്രം, തിരിഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രം, അപൂർവ കഥാപാത്രങ്ങളൊന്ന് ഈ താത്രിക്കുട്ടിയാണ്. അന്ന് സമൂഹത്തിൻ്റെ മൊത്തം പീഡനങ്ങൾ ഏറ്റുവാങ്ങി അവർ സ്മാർത്ഥ വിചാരത്തിന് വിധേയമായി കിടക്കുക. സ്മാർത്ഥ വിചാരം ചെയ്യുമ്പോൾ പിന്നെ ആ വിചാരം ചെയ്യപ്പെടുന്ന ആളിന് പറയുന്ന പേര് സാധനം എന്നാണ്. അതൊരു സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരു അസ്തിത്വമില്ല. ഇത് എഴുതുന്നതുകൊണ്ട് എം ജിയുടെ കാഴ്ചപ്പാടാണോ അതില്ല, എം ജി ആ കാഴ്ചപ്പാടിന് നമുക്ക് കാണിച്ചു തരിക. സാധനം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സാധനം അകത്തിരുന്നോണം. ഒരു മീഡിയേറ്ററാണ് ഇടയ്ക്കുന്നത് സംസാരിക്കുന്നത്. സ്മാർത്ഥ വിചാരം ചെയ്യുന്ന ആൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന മീഡിയേറ്റർ മുഖേനയാണ്. ആദ്യത്തെ ഇദ്ദേഹം ചോദിക്കുന്നുണ്ട്, സാധനം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം. വളരെ ആദ്യം തന്നെ ഇവർ പുറത്തേക്ക് വരും. സ്ത്രീയോടാണ് ചോദിക്കുന്നത്. നേരിട്ട് പറഞ്ഞാൽ കുഴപ്പം വല്ലതുകൊണ്ടെന്ന് അന്നേരം തന്നെ ഇവർ ഞെട്ടുന്നുണ്ട്. എന്നിട്ട് വീണ്ടും പുള്ളി പെട്ടെന്ന് ഞെട്ടിപ്പോവും. അവിടെ ഇരിക്കുന്ന ആ സമൂഹം അത്രയും ഞെട്ടും. ഇവർ വെളിയിലേക്ക് വരിക. സാധനം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദ്യം. അവരുടെ മറുപടി ഇല്ല എന്ന് ഉത്തരം. പിന്നെ അടുത്ത ചോദ്യം, സാധനം ഗർഭിണിയല്ല എന്നുണ്ടോ? അവരുടെ അടുത്ത മറുപടിയാണ്, സ്ത്രീകളായാൽ ഗർഭിണികളാകും, പ്രസവിക്കും, അത് ഈശ്വരൻ്റെ തെറ്റ്. അതിന് മറുപടി പറയാൻ കേൾക്കില്ല. ഉടനെ അയാൾ പിന്നെ ആലോചിച്ചിട്ട് പറയും, വിധവകൾ ഗർഭിണികളാകാറില്ല. ഉടനെ അവർ മറുപടി പറയുന്നത്, പുരാണങ്ങളൊക്കെ മറന്നാണ്. വേദങ്ങൾ സൃഷ്ടിച്ച വ്യാസൻ പുത്രോത്പാദനം നടത്തിയത് വിധവകളിലല്ലേ? ഇങ്ങനെ ചോദ്യം ഉയർത്തുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തെ സൃഷ്ടിച്ചത് എം ജിയുടെ തോന്നിക്കുകയാണ്. ആ സംഭാഷണങ്ങളൊക്കെ അതിമനോഹരമാണ്. മഞ്ഞ് എന്ന് പറയുന്ന നോവലിനെ കുറിച്ചുകൂടെ പരാമർശിക്കാതിരിക്കാൻ പറ്റില്ല. മഞ്ഞെന്ന് പറയുന്ന നോവല് 100 പേജ് മാത്രമുള്ള ഒരു ചെറിയ നോവലാണ്. ഇതിൽ ഇത്രയും കാവ്യാത്മകമായി എഴുതിയിട്ടുള്ള ഒരു നോവൽ വേറെയില്ല. അതിലെ ഓരോ വരികളും ആറ്റിക്കുറുക്കി എന്നുവെച്ചാൽ വാക്കുകളുടെ അതിപ്രസരമല്ല. വിമല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ ജീവിതം മുഴുക്ക കാത്തിരിപ്പിൻ്റേതാക്കി മാറ്റി. ആ കാത്തിരിപ്പ് ഒരു മഞ്ഞിൻ്റെ പശ്ചാത്തലത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് മലകളുടെ കുഴിമാടത്തിൽ വർഷങ്ങളുടെ തടവുകാരിയായി കഴിയുന്ന വിമലയുടെ ചിന്തകൾ അതിമനോഹരമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. മഞ്ഞിലെ ഓരോ വരികളും മനോഹരമാണ്. എം ജി എഴുതിയതിലെ ഏറ്റവും മികച്ച ഒരു നോവലാണ് മഞ്ഞ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാ മേഖലകളിലും കൈവച്ച പത്രാധിപർ എന്നതിലേക്ക്. അതുപോലെ യാത്രാ വിവരണങ്ങൾ എഴുതിയിട്ടുണ്ട്. യാത്രാ വിവരണം പിന്നെ അമേരിക്കയിൽ അദ്ദേഹം നടത്തിയൊരു യാത്രയാണ് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന പേരിൽ. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്നത് വേറൊരു തിരക്കഥയുണ്ട്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഞാനത് വായിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഒറ്റക്കാടിൻ്റെയൊക്കെ കഥ യാത്രാ വിവരണങ്ങൾ വായിച്ചിട്ട് ഇതിൽ കാണുമ്പം അത്രത്തോളം ഒരു അദ്ദേഹത്തിൻ്റെ മേഖല അതല്ല. കാവ്യാത്മകമായ മറ്റൊരു മേഖലയാണ് അദ്ദേഹത്തിനുള്ളത്. അതുപോലെ കഴിഞ്ഞ ഗ്രന്ഥാലോകത്തിലൊരു സംഭവം കൊടുക്കുന്നു. അദ്ദേഹം ജർമ്മനിയിൽ പോയൊരു സംഭവം പറയുന്നുണ്ട്. അതുകൂടെ ഞാൻ പറഞ്ഞ് നിർത്തിയേക്കാം. ജർമ്മനിയിലെ ഓഷ്വിറ്റ്സ് എന്ന് പറയുന്ന ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്ത് തടവറ 13 ലക്ഷം ജൂതന്മാരെയാണ് അവിടെ കൊന്നത്. അവിടെ ഇപ്പോൾ ഇതൊരു മ്യൂസിയമാണ്. അവിടെ കാണാൻ എം ടി പോയി. എം ടി പൊതുവെ മൗനിയാണല്ലോ, അതിന് മിണ്ടാട്ടമൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഒരു സുഹൃത്ത് ജർമ്മൻകാരന്. അപ്പോൾ എം ടി അവിടെ പെട്ടെന്ന് നിശബ്ദനായപ്പോൾ അയാൾ പറഞ്ഞു, ഒരു ജർമ്മൻകാരനായി പോയതിൽ ഞാൻ ഇന്ന് ലജ്ജിക്കുന്നു എന്ന് പറഞ്ഞു സുഹൃത്ത്. ഉടനെ എം ജി പറഞ്ഞത്, എനിക്ക് ഹിറ്റ്ലറോട് അല്ല ദേഷ്യം തോന്നുന്നത്, നാസി പാർട്ടിയോടല്ല, എനിക്ക് തോന്നുന്നത് മാക്സിം ഗോർക്കിയോട്. കാരണം അയാളല്ലേ പറഞ്ഞത് മനുഷ്യൻ എത്ര സുന്ദരമായ പദമെന്ന്. മനുഷ്യൻ എത്ര സുന്ദരമായ പദം എന്നെഴുതി വെച്ച മാക്സിം ഗോർക്കിയോടാണ് എനിക്ക് ഏറ്റവും ദേഷ്യം തോന്നിയത് എന്നെഴുതിയ
എന്ന് പറഞ്ഞ എൽ.ടി. ഒരു മനുഷ്യസ്നേഹി തന്നെയായിരുന്നു. അദ്ദേഹം പറഞ്ഞ കഥകൾ അദ്ദേഹത്തിൻ്റെ തന്നെ പശ്ചാത്തലത്തിൽ നിന്ന് വന്ന ആത്മസംഘർഷങ്ങളുടെയും പിന്നെ അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വ്യഗ്രതയുടെയൊക്കെ കഥകളാണെങ്കിലും അദ്ദേഹം പറഞ്ഞു വെച്ചത് അടിസ്ഥാനപരമായി മനുഷ്യസ്നേഹത്തിലൂന്നിയതാണ്, മാനവികതയിലൂന്നിയതാണ്, നമ്മുടെ സംഘർഷങ്ങളിൽ ഊന്നിയാണ്. ഇത്രയും പറയാൻ എനിക്ക് അവസരം തന്ന എല്ലാവർക്കും നന്ദി പറയുന്നു. നമസ്കാരം.